ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ഗ്രേറ്റർ പിറവം അവാർഡുകൾ വിതരണം ചെയ്തു. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി മുഖ്യ രക്ഷാധികാരി MT തോമസിനും നാമക്കുഴി ഗ്രൗണ്ടിൽ ഫുട്ബോൾ, ഹോക്കി, റോളർ സ്പോർട്സ് ഇനങ്ങളിൽ പരിശീലനം നേടി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 12 കായിക താരങ്ങൾക്കും പരിശീലകൻ ജെയ്മോൻ ജേക്കബിനുമാണ് അവാർഡുകൾ നൽകിയത്. ഫോറം പ്രസിഡന്റ് MK ഡാനിയലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ്, വൈക്കം MLA KP നിമോൻ, പിറവം നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ എന്നിവർ ചേർന്നാണ് അവാർഡുകൾ സമ്മാനിച്ചത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗ്രേറ്റർ പിറവം അവാർഡ് ചടങ്ങിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ മുഖ്യ രക്ഷാധികാരി MT തോമസിനെയും നാമക്കുഴി ഗ്രൗണ്ടിൽ ഫുട്ബോൾ, ഹോക്കി, റോളർ സ്പോർട്സ് ഇനങ്ങളിൽ പരിശീലനം നേടി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 12 കായിക താരങ്ങളെയും അവരുടെ പരിശീലകനായ ജെയ്മോൻ ജേക്കബിനെയും ആദരിച്ചു. മന്ത്രി അനൂപ് ജേക്കബ്, വൈക്കം MLA KP നിമോൻ, പിറവം മുനിസിപ്പൽ ചെയർമാൻ KR പ്രദീപ് കുമാർ എന്നിവർ ചേർന്നാണ് അവാർഡുകൾ സമ്മാനിച്ചത്. നമ്മുടെ ഫുട്ബോൾ അക്കാദമിയിലുള്ള വിദ്യാർത്ഥിയെ ഇവിടെ ആദരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ജോമോൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ പരിപാടികളൊക്കെ നടത്തപ്പെട്ടിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള വൈവിധ്യമാർന്ന ഒരുപാട് പ്രോഗ്രാംസ് അവർ നടത്തിയത് ഞാൻ ഓർക്കുന്നു. ആ കുട്ടികളെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി, ഈ പ്രസന്റേഷൻ, ഈ ആദരവ് ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തു. അവർ എയിംസുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളെയും അധ്യാപകരെയും കണ്ട് ഈ കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ പൊതുവായ കാര്യങ്ങളെല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ പോലും നടപ്പിലാക്കാനായിട്ട് മുന്നോട്ട് വന്ന ഭരണ സംവിധാനത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് കാലത്തിന്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് കേരളം എന്ന് പറയുന്ന ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത ആ ഉദ്യമത്തെ കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർത്ത്. ഫോറം പ്രസിഡന്റ് MK ഡാനിയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ്, എക്കണോമിസ്റ്റ്, TV-യിലൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന വക്താവാണ്. അവരൊക്കെ ഈ സംരംഭത്തിൽ അകമ്പഴിഞ്ഞ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം അനുസ്മരിക്കുന്നു. ജേക്കബ് തുമ്പയിൽ, MK ഡാനിയൽ, PV തോമസ്, ഡോക്ടർ ബേബി ജേക്കബ് മേലേടം, PGM നായർ, MK ജോർജ്, പിറവം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൽബിൻ പാവോടത്ത്, എക്സ് സർവീസ്മെൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MN അപ്പുക്കുട്ടൻ, ബിജുകുമാർ വെള്ളൂർ, കേരയിൽ വിരുദ്ധ സമിതി പ്രസിഡന്റ് ബാബുരാജ്, ജെയിംസ് ജോസഫ്, MT തോമസ്, രാജു എബ്രഹാം എന്നിവർ സംസാരിച്ചു. വെള്ളൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം നടത്തുന്ന നിരന്തരവും നിസ്വാർത്ഥവുമായ പ്രവർത്തനങ്ങളെ ചടങ്ങിൽ സംസാരിച്ചവർ അഭിനന്ദിച്ചു. ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന ഞാൻ ഏതാണ്ട് 300ഓളം വിവരാവകാശ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു പദ്ധതിയായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇത്രയും റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. 300 അപേക്ഷ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പദ്ധതിക്കായി ഒരു വ്യക്തി കൊടുത്ത അപേക്ഷകൾ. ഏതായാലും അത് ഫലപ്രദമായി. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. എപ്പോഴാണ് ഒരു നാട് മാറുന്നത്? ഒരു വിഷൻ ഉണ്ടാകുമ്പോൾ, ആ വിഷനെ നെഞ്ചിലേറ്റുന്ന സമാന ഹൃദയങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുമ്പോൾ, അപ്പോൾ ആ വിഷൻ ആശയത്തിനപ്പുറം ഒരു വികാരമായി മാറുന്നു. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ സ്പർശിക്കുന്നു. അതിശക്തമായ ഒരു കണക്ഷനാകുന്നു. അതിരുകൾ കടന്ന് സ്വീകാര്യത നേടുന്നു. അങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ ഒരു ചെറിയ കൂട്ടായ്മയായി തുടങ്ങിയ കേരള വിഷൻ ഇന്ന് ആഗോള ഭീമന്മാരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നു. നമ്മുടെ നാടിന് അഭിമാനമായി 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.